السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدر المقدار العظيم. أما بعد، بسم الله الرحمن الرحيم. والذين آمنوا أشد حبا لله. صدق الله المولانا العظيم. طعام الواحد يكفي اثنين، وطعام الاثنين يكفي أربع، وطعام أربعة يكفي ثمانية. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, റമളാനിൽ നമ്മൾ ആത്മസ്ഫുടാവണമെങ്കിൽ ആത്മബലിഷ്ഠാവണം. നിങ്ങൾ ഒന്ന് തടി ഉണ്ടു, തടി വാഹന പോലെ ആത്മ ಡ್ರೈವರ್. അപ്പോൾ ആ വാഹനത്തെ കാട്ടിയാറ ഡ്രൈവർക്ക് വില. ആത്മ നല്ല ആവണം. ആത്മത്തിക്ക് ധാരാളം ദിക്റും ഫിക്റും ശുക്റും ധാരാളം കൊടുത്തിട്ട് പറഞ്ഞാൽ അല്ലാഹ് ഇഷ്ടപ്പെട്ടത് എല്ലാം 24 ಗಂಟೆ ആക്കുമ്പോൾ അള്ളാഹുടെ ജാഗ്രത ഉണ്ടെങ്കിൽ എന്താവണം, ആത്മ നല്ല ബലിഷ്ഠാവണം, നല്ല ധർമ്മബദ്ധമായിട്ട് ആയിരുന്നെങ്കിൽ ആത്മ നല്ല ആവണം. അപ്പോൾ വാഹനത്തിന് നിങ്ങൾ വില കൊടുത്തിട്ടില്ല. വാഹനം പിന്നെ വേണം, വാഹനം തടി. അപ്പോൾ എന്താക്കണു, ഈ നമ്മുടെ പ്രധാന ഉദ്ദേശം എന്തോ ആഹാര നിയന്ത്രണം. ആഹാരം നിയന്ത്രിച്ചിട്ട് ആത്മത്തെ എന്താക്കണോ ശക്തിപ്പെടുത്തണം. നിബിജന്തല്ലേ ഒരു മനുഷ്യ നൊറക്കൊടോ ഏറ്റവും ബടക്കായ ഇട എതുകൊണ്ടുണ്ട് ആ ബയർ. അതുകൊണ്ട് മനുഷ്യന്മാർ മിഞ്ചകു ഒരു പിടി ചോറുമായി. ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്മാർ മിഞ്ചുക എത്ര വേണം, ഒരു പിടി പക്ഷേ മയ്യായില്ലണ്ടിത് 1/3 ಭಾಗ. എത്ര 1/3 ಭಾಗ ಆಹಾರ ಉಣ್ಣೂರು, 1/3 ಭಾಗ എന്താക്കൊരു 200 ಭಾಗ ತನ್ನಿ, 1/3 ಭಾಗ ಆಹಾರ, 1 ಭಾಗ ತನ್ನಿ, 1 ಭಾಗ ಖಾಲಿ ಬಿಡೋರು. എന്തെങ്കിലും നല്ല ആരോഗ്യം ഉണ്ടാവുക. അപ്പോൾ തിന്നൂರು കുടിക്കൂറ് നിങ്ങൾ എന്താക്കൊരു ഇസ്രാഫ് ആക്കണ്ട. ഇസ്രാഫ് ചെന്നെങ്കിൽ വേസ്റ്റ് ആക്കണ്ട ചെന്നെങ്കിൽ അർത്ഥം ധാരാളം തിന്നുന്ന മനുഷ്യന്മാർ നെയ്ജ മോമിനുകളെല്ലാം ചെമ്മ ബയറിന് റോഡി ഫുള്ള് ഇട്ടാക്കണമെങ്കിൽ അങ്ങ് സാക്ഷാലും മോമിനാവിടെ ഭാരി കുരടി ഉണ്ണുടെ കുറോടിയാവണം. അതായത് ഈമാനിന്ന മനുഷ്യന്മാർക്ക് ബയർക്ക് തിന്നുന്ന ഭാരി കുറടി ആയിട്ട് അത്ര നല്ലോ. പിന്നെ തിന്നുന്ന എന്തിക്കായിട്ട് അല്ല അള്ളാഹു ഇബാദത്തൊക്കെയായിട്ട് നിയത്തി ഉണ്ടല്ലേ. തിന്നുന്ന എന്തൊക്കെയായിട്ട് നമുക്ക് തടിക്ക് നല്ല സാമർത്ഥ്യം കിട്ടണം, താക്കത്ത് കിട്ടണം. അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ടതെല്ലാം എടുക്കുകയുള്ള നല്ല സക്രിയമായി ജീവിക്കുക. അള്ളാഹു ഇഷ്ടപ്പെട്ട നിലക്ക് സക്രിയമായി ജീവിക്കുക തിന്നുറ. അതുകൊണ്ട് നീയത്ത് അങ്ങനെ ഇന്നെങ്കിൽ എന്താവൂ എല്ലാം ബാത്താവിടെ. അപ്പോൾ ചെമ്മ ഈമാനെന്ന മനുഷ്യന്മാർ നെയ്ജ വിശ്വാസികൾ എന്താക്കടാറ് ചെമ്മ തിന്നല്ല അങ്ങ് അല്ലാത്തങ്ങ് എന്താക്കട്ടെ അവിശ്വാസികൾ എത്ര ഏൽബയർന്ന് കിടാറ് നിറച്ച് ഉണ്ടല്ലോ പണ്ട് അള്ളാഹ് സ്വഹാബകളെ കാലത്തിൽ. അപ്പോൾ എന്താ ഉണ്ടെങ്കിൽ ആഹാര ഭയങ്കര നിയന്ത്രിക്കണം. അത് നിയന്ത്രിക്കുമല്ലോ. വലിയ തിങ്കൾ വന്നത് റമളാൻ തിങ്കൾ. ഈ റമളാനിൽ ആ ഭാഗ്യം ഉണ്ടായിട്ടെങ്കിൽ പിന്നെ എല്ലാ തിങ്കളിലും ഭാഗ്യം ഉണ്ടാകും. മഹാന്മാരെല്ലാവരും ഉണ്ണുമ്പോൾ എന്താക്കിയാറ് ആരെങ്കിലും ഒന്ന് കൂട്ടാണ്ട് ഇല്ല എല്ലാവരും. കാരണം അങ്ങ് ഒരാൾ തിന്നൊരു ആഹാരം ജണ്ടാൽ ഓതിപ്പിക്കണം. ആ ജണ്ടാൽ തിന്ന് നാലാൾ തിന്ന് 8 അള്ളാൻ്റെ സുന്നത്താണ് സല്ലല്ലാഹു അലൈഹി ത്വാമുൽ വാഹിദി. ഒരാൾ ആഹാര യക്ഫി ഇസ്നൈനി ജണ്ടാൽ മൈ, വതാമുൽ ഇസ്നൈനി ജണ്ടാൽ ആഹാര യക്ഫി അർബ 4 ആൾക്ക് മൈ ജണ്ടാൽ ആഹാര, വതാമുൽ അർബ യക്ഫി സമാനിയ 4 ആഹാര 8 ആൾക്ക് മൈ. ആർജെന്ന് ലഭിച്ചു. അങ്ങനെ പരസ്പരം സഹകരിച്ചിട്ട് ഉണ്ടെങ്കിൽ ബർക്കത്ത് ആർക്കട് ബർക്കത്തായി നല്ല തടിക്കും ആരോഗ്യം കാപ്പാടുന്നതിന് വേണം ആഹാര വേണം ആരോഗ്യത്തിന്. അപ്പോൾ ആരോഗ്യത്തിന് കുറോടി ആഹാരം ഇമ്പോർട്ടൻറ്റ്. ഷാഫി ഇമാം ചെന്തല്ല ആഹാര ചെമ്മ തിന്നുന്ന മനുഷ്യന്മാർക്ക് ബുദ്ധി അത് കുറടിയാക്കട്. ഇബാത്ത് ഉദാസീന ആലസ്യം ഉണ്ടാക്കട്, ലേസി ഉണ്ടാക്കട്. പിന്നെ കൽബുലു ഭയഭക്തി കുറടി ആടും, പേടി അള്ളാഹുടെ പേടി ഭാരി കുറടി ചെമ്മ തിന്നിറങ്ങും. പിന്നെ എല്ലാം എടുക്കട്ടെ ഇബാത്ത് ഭയങ്കര ദിന്നവിടങ്ങും ഭാരി. എപ്പോൾ ഇരിയൊക്കെ തറായി 20 മിനിറ്റിൽ തിന്നില്ല എന്നെ അങ്ങ് തലവെച്ച അങ്ങ് സതുപദേശ പലിക്കില്ല. എത്ര നസിയത്താക്കിയിട്ട് അങ്ങ് പലിക്കില്ല. അപ്പുറത്തെ കാലം കേട്ട് ഇപ്പോഴത്തെ കാലം കാരണം ചെമ്മ തിന്നിറങ്ങും. അല്ലാണ്ട് കാര്യമായ വേറെ രോഗങ്ങളുണ്ട്. ചിലർ മഹാന ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അതുകൊണ്ട് എന്താക്കണം ചെമ്മ തിന്നാട്ടെ ആഹാരത്തോട് മിറ്റി ഇക്കും പോലെ കൈയുടെ പരമാവധി നിയന്ത്രിച്ചിട്ട്
എന്താക്കണം, ആത്മീയമായി ഇത്ര വേണ്ടി ആഹാരം കൊടുക്കുക. അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടതല്ല. ദിക്റും ഫിക്റും ഷുക്റും അല്ല. അതേ സ്ഥാനത്തിൽ ആരോഗ്യ കാപ്പാടുകയായിട്ട് കൊറിയ തെല്ല് തിന്നിട്ട് നല്ല ആരോഗ്യവന്തരായിട്ട് സക്രിയരായിട്ട് ക്രിയാശീലരായിട്ട് നിങ്ങൾ ഇന്നെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടം. ഈജിപ്റ്റ് രാജാവ് മുക്കൗസിസ് രാജാവ് അള്ളാഹ് റസൂലുಗೂ ധാരാളം സംഭാവന ഹദ്യ കടത്തിയാറല്ലേ. ആ ഹദ്യത്ത് കൊടുത്തിട്ട് ഒരു ഡാക്ടറും അള്ളാഹ് റസൂൽ ಎಲ್ಲ ಹದಿಯೆಲ್ಲ എടുത്തു ಎಂತ ಡಾಕ್ಟ್ರ್ ನಂಗೆ ಅವಶ್ಯ ಇಲ್ಲ, ಮದ್ದಿನ ತಗೊಂಡು ಡಾಕ್ಟ್ರ್ ಅವಶ್ಯ ಇಲ್ಲ. ಎಂದಿಗೆ ಮದ್ದಿನ ತಂಗ ಪೈಚೆ ಮಾತ್ರ ತಿನ್ನರು. ಪೈಚೆ ನಾನು ಸಹಾಬಗಳು ಪೈಚೆಗೆ ಮಾತ್ರ ತಿಂದು, അതും ബയർ നൊരക്കല്ല. ബയർ ನಂಗೆ ನೊರಕಾತಕೊಂಡು ನಂಗೆ ರೋಗ ಬಂದಿಲ್ಲ. അതുകൊണ്ട് ನಂಗೆ ಡಾಕ್ಟ್ರ್ ആവശ്യമില്ല. ഞങ്ങൾ ഡാക്ടറെ ഞങ്ങൾ എപ്പോഴും സദാ ആരോഗ്യമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഡാക്ടറെ അകത്യ ഇല്ല എന്ന് അള്ളാഹ് റസൂൽ പേരോ കടിച്ചിട്ട് എല്ലാ ഡാക്ടർമാർ സമയത്ത് സലഹ ചെല്ലുന്ന തോന്നുന്നുണ്ടാ നിങ്ങൾ നോമ്പ് പിടിക്കൂ, ತಿಂದು ಭಯಕ್ಕೆ ತಿಂದದ್ದು ಕೊರಡಿ ಹಾಕೋರು ಎಲ್ಲರೂ. ഇവിടെ ഡാക്ടർമാർ മുട്ട പോയിത്തേക്കും. ആ ഡാക്ടർമാരുടെ സലയിൽ ഒന്നാമത്തെ സല തോന്നുന്നുണ്ടാ ലൈറ്റ് ഫുഡ്, ഞങ്ങൾ ടൈറ്റ് ഫുഡ്. ഞങ്ങൾ റമളാനിൽ ഫുഡ് ഫെസ്റ്റിവൽ ഞങ്ങൾ റമളാനിൽ എന്ത് തിന്നൽ സുബ്ഹാനല്ലാഹ്. തിന്നിട്ട് തറാവി പോകാത്ത മനുഷ്യന്മാർ എത്ര ആൾ തിന്നിട്ട് മകരിമാം തിന്നിട്ട് ഈയൽ ഗാടി വറക്ക് വന്നില്ല, ഉദാസീനം വന്നില്ല, ഷാഫിമാം ചെന്ന് എല്ലാ ലക്ഷണം ഉണ്ടായില്ല, എല്ലാ ലക്ഷണം ഉണ്ടായിട്ട്. അതുകൊണ്ട് കൈയുടെ പരമാവധി ആഹാരത്തിൽ ഒന്ന് മിറ്റിണ്ടെങ്കിൽ ರೋಗವಿല്ലാത്ത ಸ್ಥಿತಿಗೆ ನಂಗೆ ಎಂದಾಯತ್ತ ಸ್ಥಿತಿಗೆ ನಂಗೆ ಎತ್ತಪ್ಪ ಆಹಾರ ನಿಯಂತ್ರಣ ಹಾಕಿತ್ತೆങ്കിൽ ಆತ್ಮ ಎಂದಾಡು നല്ല ബലിഷ്ഠ ആവിടും. ആ ബലിഷ്ഠ ആക്കുള്ളൂ കൈ ശക്തി ഉണ്ടാക്കണു. ಅದಕ್ಕೆ എന്താക്കണമെങ്കിൽ ಆಹಾರ ಕೊರಡಿ ಹಾಕೋಣ. ಆಹಾರ ಮಹಾನ್ ಉಮರ್ ಫಾರೂಕ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ചെമ്മ ആഹാര സേവന ಬಿಡೂರು. ಅದು ತಡಿക്ക് ಭಯಂಕರ ದಿನ. പിന്നെ മൗത്രപ്പ ഭയങ്കര നാഥ. ಅದು ವಾಸನೆ. ಮೌತ್ರ ಟೈಮಲ್ಲಿ ಅದು ವಾಸನೆ ಚಿಂತೆ ಅರ್ಥ ಅಂದರು ತಿಂಡಿಟ್ಟು ಬಲ್ತಿ ತಡಿ പുലുക്കായില്ലേ കബറിലും വലിയ തടി. അതുകൊണ്ട് തടി എന്താവണം ആയത്തര കൊരടി ആക്കും. നോക്കണം ചെയ്തെങ്കിൽ ആഹാര നല്ല തടിക്ക് ആഫ്യത്ത് കിട്ടും. ആഹാരത്തിൽ ലൈറ്റ് ഫുഡ് തിന്നിട്ട് ടൈറ്റ് ഫുഡ് തിന്നിട്ട് കൈയുടെ പരമാവധി നിയന്ത്രിക്കുക. റമളാനിൽ ആ നിയന്ത്രിച്ച ನಿಯಂತ್ರಣ ಇನ್ನು ಬಾಕಿಂದ ಪೋಣೊಂದು ತಿಂಗಳಲ್ಲಿ ಇನ್ಶಾ ಅಲ್ಲಾ ഞങ്ങൾ നിയന്ത്രണത്തിൽ വയ്ക്കുക. അതൊക്കെ ഞങ്ങൾ എല്ലാവർക്കും അള്ളാഹു മുത്ത് ബദരീകളെ വർക്കുന്നുണ്ട്. അഖിലുബദർ ഫലാൽ കൊണ്ട് അള്ളാഹ് പുറത്തപ്പെട്ട എല്ലാ മഹദിമാരും വർക്കുന്നുണ്ട്. അള്ളാഹു അവതാക്കട്ട്. ആഹാരപാനത്തിൽ ഒരുപാട് ശിഷ്ടാചാരം ഒരു 30 സുന്നത്ത് കാര്യമുണ്ട്. അതെല്ലാം ഇൻഷാ അല്ലാ അറിയണം. അത് ഞങ്ങൾ മുസ്ലിമിന് ಒಂದು ದಿನത്തിൽ എല്ലാ ആ കാര്യമുണ്ട് ധാരാളം. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഉന്നത സമയത്ത് ഇബാത്താക്കുള്ള എല്ലാ മഹാഭാഗ്യം നമ്മൾ നീ പ്രധാനിച്ച റഹ്മാനെ ഞങ്ങളെല്ലാ പ്രവർത്തനം നീ സ്വീകരിക്കുക. നമ്മൾ കൊറോടി ആഹാരത്തിൽ നോക്കും, കൊറോടി ഉറങ്ങും, കൊറോടി പലക്കവരെയും നീ മുത്ത് ബദരീകളവർക്ക് ഉണ്ടാവതാക്കുക. അള്ളാഹ് ഞങ്ങളെല്ലാം പ്രവർത്തനം നീ സ്വീകരിച്ചിട്ട് പഠിച്ച ഞങ്ങളെല്ലാവരും നീ ഇവിടെ നിൻ്റെ പക്കൽ സ്വീകാരമാക്കി യോഗ്യമായ അബുദുകളെ കൊടുത്തത് ദാസന്മാർ കൊടുത്തത് നീ പെടുത്തിക്കൊണ്ട് പഠിച്ചവനെ അള്ളാഹ് ഞങ്ങൾ ആഖിറ ആബാദാക്ക് റഹ്മാനെ എല്ലാ വിഷയം നീ ഖൈറാക്കുക അള്ളാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.